ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ PSC റിവിഷൻ ക്ലാസ്. 21ാമത്തെ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായാലും 20 റിവിഷൻ ക്ലാസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. എല്ലാവരും പഠിച്ചു കാണുമല്ലോ. ആരെങ്കിലും പഠിക്കാത്തതുണ്ടെങ്കിൽ, പുതുതായിട്ട് ആരെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 റിവിഷൻ ക്ലാസ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കുക, പഠിക്കുക. നമ്മൾ പഠിക്കുന്നത് ഒരു 10 ഹെഡിങ് ആയിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറഞ്ഞു നമ്മുടെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കി കവർ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു 7 ഹെഡിങ് ആണ് നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ഹെഡിങ് ഒന്ന് പറഞ്ഞു പോകാം. പദശുദ്ധി, പര്യായ പദങ്ങൾ, അർത്ഥവ്യത്യാസം, കവിവാക്യം, അർത്ഥം, തർജ്ജമ, ആത്മകഥകൾ, ഇങ്ങനെ ഒരു 7 ഹെഡിങ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ റിവിഷൻ ക്ലാസ് നമുക്ക് നോക്കാം. പദശുദ്ധി: നിവൃത്തി, ഭൗതികം, ദ്വന്ദ്വയുദ്ധം, ശൃംഖല, ജ്യോതിഷം, ജോഡി, പ്രവൃത്തി. 7 പദശുദ്ധിയാണ്. കൃത്യമായിട്ടുള്ള വാക്കുകൾ നമ്മൾ ഡിക്റ്റേഷൻ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ 7 പദശുദ്ധി കറക്റ്റായിട്ടുള്ള വാക്കുകളാണ്. എങ്ങനെയാണ് സ്പെല്ലിംഗ് തെറ്റാതെ മലയാളത്തിൽ എഴുതുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന് പഠിച്ചെടുക്കുക. ഒരു 5 പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചാലും കുഴപ്പമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ജോലി നേടണം. പര്യായ പദങ്ങളാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. മൃത്യു, നിര്യാണം, അത്യയം, ചരമം, അന്തം, പഞ്ചത. മൃത്യുവിൻ്റെ 5 പര്യായപദങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനകത്തുനിന്ന് നമുക്ക് എഴുതാൻ കിട്ടും. അതുകൊണ്ടാണ് കിട്ടുന്നതെല്ലാം നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഒരു പര്യായപദം മാത്രമേ പഠിക്കുന്നുള്ളൂ. കാരണം മൃത്യു, നിര്യാണം, അത്യയം, ചരമം, അന്തം, പഞ്ചത 5 നമ്മൾ പഠിച്ചു കേട്ടോ. അർത്ഥവ്യത്യാസമാണ്. ശാഖി, വൃക്ഷം, ശിഖി, മയിൽ. ശാഖി, വൃക്ഷം, ശിഖി, മയിൽ. ശ്രേണി, നിര, ശ്രോണി, വഴി. ശ്രേണി, നിര, ശ്രോണി, വഴി. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു കവിവാക്യമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആരുടെ കവിയാണ്, ഏത് ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള കവിവാക്യമാണ് ഇതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ. സ്നേഹത്തെക്കുറിച്ച് ഞാൻ പഠിച്ച് ഓർത്തിരിക്കുന്ന ഒരു ഹിൻ്റാണ്. സ്നേഹത്തെക്കുറിച്ചുള്ളൊരു സെൻറ്റൻസ് വന്ന് അത് കുമാരനാശാൻ്റെ, മിക്കതും കുമാരനാശാൻ്റെ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ഒരു ചെറിയൊരു ഹിൻഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. കുമാരനാശാൻ, ചണ്ടാല ഭിക്ഷുകി. ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാൻ. പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അർത്ഥമാണ്. 3 അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അർത്ഥവ്യത്യാസം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു 4 എണ്ണം. അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് 3 എണ്ണം പഠിക്കുന്നുണ്ട് കേട്ടോ. പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വരാഹം, പത്നി, പന്നി. വാദനം, തുണി. വികിരം, പക്ഷി. വരാഹം പന്നി, വാദനം തുണി, വികിരം പക്ഷി. തർജ്ജമ. 2 തർജ്ജമകൾ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. പേ ത്രൂ ദ നോസ്, അമിതമായി ചെലവാക്കുക. പേ ത്രൂ ദ നോസ്, തർജ്ജമ അമിതമായി ചെലവാക്കുക. എ ബെഡ് ഓഫ് റോസസ്, അത്യന്തം സന്തുഷ്ടമായ. എ ബെഡ് ഓഫ് റോസസ്, അത്യന്തം സന്തുഷ്ടമായ. എ ബെഡ് ഓഫ് റോസസ്, അത്യന്തം സന്തുഷ്ടമായ. ആത്മകഥകളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. 3 ആത്മകഥകളുണ്ട്. ആരുടെയാണ് ഈ ആത്മകഥകൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമരം തീച്ചൂളയിൽ, EK നായനാർ. സമരം തന്നെ ജീവിതം, VS അച്യുതാനന്ദൻ. ഞാൻ NN പിള്ള. സമരം തന്നെ ജീവിതം, VS അച്യുതാനന്ദൻ. സമരം തന്നെ ജീവിതം, VS അച്യുതാനന്ദൻ. ഞാൻ NN പിള്ള. സമരം തീച്ചൂളയിൽ, EK നായനാർ. സമരം തന്നെ ജീവിതം, VS അച്യുതാനന്ദൻ. ഞാൻ NN പിള്ള. പ്രധാനപ്പെട്ട 3 ആത്മകഥകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു? 7 പദശുദ്ധികൾ പഠിച്ചു. പര്യായപദം 1, അർത്ഥവ്യത്യാസം 4, കവിവാക്യം 1, അർത്ഥം 3 എണ്ണം, തർജ്ജമ 2 എണ്ണം, ആത്മകഥകൾ 3 എണ്ണം. 21 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നെടുത്ത് നോക്കിയാൽ 21 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 5 മിനിറ്റ് മാക്സിമം പോയാൽ 5 മിനിറ്റ് 6 മിനിറ്റത്തെ നമ്മുടെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് കംപ്ലീറ്റ്. മലയാളം എന്തൊക്കെ പോർഷൻ ഉണ്ടോ അതെല്ലാം നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നുപോലും മിസ്സാക്കാതെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മലയാളം പോർഷൻ വരുന്നത് അനുസരിച്ച് പഠിച്ചെടുക്കുക.
കിട്ടുന്ന പോർഷൻസ് ഒക്കെ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം പഠിച്ചെടുക്കുക, അറിയാൻ വയ്യാത്തത് എഴുതി വെക്കുക, എഴുതി വെച്ച് പഠിക്കുക, ഇടയ്ക്കെടുത്ത് റിവൈസ് ചെയ്യുക. സമയം കിട്ടുമ്പോൾ മലയാളം പോർഷൻ, മലയാളം സബ്ജക്റ്റ് മാറ്റി വെക്കരുത്. 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക. പുതിയ വർഷം, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ പ്ലാനുകൾ എല്ലാം സഫലമാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വിജയത്തിലെത്തുകയുള്ളൂ. അത് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക. കാരണം എഴുതിയാൽ കിട്ടും, എനിക്ക് ചെയ്യാൻ പറ്റും, അതൊരു ഉറച്ച തീരുമാനമെടുത്ത് നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗിച്ച് നമ്മുടെ ഒരു ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക, എഴുതി വെച്ച് പഠിക്കുക. 1 പ്രാവശ്യം 5 പ്രാവശ്യം ഒക്കെ വായിച്ചാൽ മനസ്സിലാകാത്തവർ എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാൽ അത് കിട്ടും. നോക്കുക, നമ്മളെക്കൊണ്ട് ഏത് രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ മനസ്സിലാക്കാൻ നമ്മളോളം വേറെ ആരുമില്ല. കാരണം അതങ്ങനെയാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുക. പുതിയ വർഷത്തിലെ പുതിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഒരു ഉറച്ച തീരുമാനങ്ങളും നമ്മുടെ അധ്വാനങ്ങളും എല്ലാം സഫലമാകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.